നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഹോട്ട് ടോപ്പിക് സത്യഭാമ. സത്യഭാമ അപ്പോൾ കലാമണ്ഡലം വെറും സത്യഭാമ പുള്ളിക്കാരത്തി കുറച്ച് പരാമർശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കറുപ്പും ബേസിച്ചിട്ടുള്ള കുറേ പരാമർശങ്ങൾ. അപ്പോൾ അതായത് ഈ കറുത്തവരുടെയൊക്കെ പറ്റിയിട്ട് അങ്ങനെ എന്തൊക്കെയൊരു പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുമാതിരി പുള്ളിക്കാരത്തിയുടെ ഒരു വിവരമില്ലായ്മയാണ് കണ്ടത്. ആദ്യമേ ഞാൻ നോക്കി ഇത് ആരാണ് ഇവർ, ഏതാണ് എന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാനുള്ളൂ, ഈ ഒരു ഇഷ്യൂവിന് ശേഷമാണ് സത്യഭാമ എന്ന് പറയുന്നൊരു വ്യക്തിയെ എനിക്കറിയാവുന്നത്. അല്ലാതെ വേറെ അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതായിരിക്കാം. എന്നാൽ പോലും പക്ഷേ RLV രാമകൃഷ്ണനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മരിച്ചുപോയ കലാഭവമണിയുടെ അനുജനാണ്. പ്ലസ് അദ്ദേഹം നല്ലൊരു നർത്തകനും കൂടിയാണ്. MA ഒക്കെ എടുത്തിട്ടുള്ള ആളൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ മോഹിനിയാട്ടത്തെ പറ്റി പുള്ളിക്കകത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഒരു കല ഒരാൾ അഭ്യസിക്കുമ്പോൾ ആ കല അഭ്യസിച്ചിട്ട് അയാൾക്ക് ആ കല മത്സരിക്കാൻ പാടില്ല എന്ന് പറയാൻ ഇവരാരാണ്? ചോദ്യം വളരെ സിമ്പിളാണ്. ഒരു കല അഭ്യസിച്ചിട്ട് ആ ഒരു കല മത്സരിക്കാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ ആ ഒരു കലയെ വെച്ച് അവർ മത്സരത്തിലിറങ്ങാൻ പാടില്ലെന്ന് പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട്? അതൊന്നാമത്തെ ചോദ്യം. അതിപ്പോൾ കറുത്തവരാണ്, കറുത്തവരോ വെളുത്തവരോ എന്നുള്ളതല്ല. ഒരു കല അവൻ അത് പഠിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ഒരു കല പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കല അയാൾക്ക് പ്രദർശിപ്പിക്കാൻ അവകാശമുണ്ട്. അതിന് ഈ പറയുന്ന പോലെ മോഹിനിയാട്ടമാവാം, കഥക്കാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഭിനയമാവാം, എന്തും ആവാം. അയാൾക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതെന്തായിക്കോട്ടെ. അത് ചിലപ്പോൾ മത്സരത്തിനായിരിക്കാം, അല്ലെങ്കിൽ അമ്പലത്തിലായിരിക്കാം, അല്ലെങ്കിൽ എവിടെയായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലൊരു അവാർഡ് ഫംഗ്ഷനോ എന്തും ആവട്ടെ, അത് പ്രദർശിപ്പിക്കാൻ അവകാശമുണ്ട്. പിന്നെ കറുത്തവൻ എന്താണത്? ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ ഈ കറുത്തവരെ പറ്റി പറയുന്നു. ഇവിടെ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നടൻ മോർഗൻ ഫ്രീമാൻ, അല്ലെങ്കിൽ മുഹമ്മദ് അലി, ബരാക് ഒബാമ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ രജനീകാന്ത്, ഇവരൊക്കെ നമ്മളെ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ഇവരുടെ മേഖലയിൽ വലിയ വിജയം നേടിയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെല്ലാവരും വെളുത്തവരാണോ? ഞാൻ പറയുന്നത് കറുപ്പാവട്ടെ വെളുപ്പാവട്ടെ, കഴിവുണ്ടെങ്കിലും ആ ഒരു ഇതുണ്ടെങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന കഴിവും ഈ പറയുന്ന കഷ്ടപ്പെട്ടെടുക്കാനുള്ള ആ ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് വിജയിക്കാം, അല്ലേ? അല്ലാതെ ഇതിന് കഴിവും കാര്യങ്ങളൊക്കെ എന്താണുള്ളത്? പിന്നെ ഇവർ ഈ കറുപ്പിനേക്ക് ഇതായിട്ട് പറയുന്നു. ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ പഠിപ്പിക്കാൻ വന്ന പിള്ളേരിൽ, നിങ്ങളിപ്പോൾ ടീച്ചറല്ലേ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പിള്ളേർ വന്ന് പഠിക്കാൻ വന്നിട്ടുണ്ടാവില്ലേ? അവർ ഈ പറയുന്ന പോലെ ഒരു കറുത്തൊരാളാണ്, അല്ലെങ്കിൽ കറുത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയോട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു വർത്താനം പറയുമ്പോൾ, അല്ലെങ്കിൽ മത്സരിക്കേണ്ട മോളെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ എന്തൊരു ഇതാണ്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ തന്നെ അധ്യാപികയെന്ന് പറയാൻ സാധിക്കുന്നത്? നിങ്ങളെ എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഒരു അധ്യാപിക എന്ന് പറയാൻ സാധിക്കുന്നത്? ഇത്രക്കും മോശമാണോ? മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ സൗബിൻ ചോദിക്കണ പോലെ, അതായത് ഇത്രക്കും ചീപ്പാണോ? ആർട്ടിസ്റ്റ് ബേബി എന്ന് ചോദിക്കണ പോലെ ഇത്രക്കും ചീപ്പാണോ ഈ പറയുന്ന പോലെ? ട്രൂ ഭാമ, സത്യഭാമ. സീ ഗൈസ്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണ് ഈ വിഷം? നിങ്ങളുടെ മനസ്സിൽ കുത്തി വെച്ചേക്കണോ നിങ്ങൾ? അല്ലെങ്കിൽ എന്താണ് ഇതിങ്ങനെ തുപ്പുന്നത്? എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷം? നിങ്ങൾ എന്ത് തോന്നിയ മാസമൊക്കെ പറഞ്ഞിരിക്കണം. മണ്ടത്തരത്തേക്കാൾ അപ്പുറമുള്ളത് നിങ്ങൾ ശരിക്കും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ല എങ്കിൽ അയാളുടെ നിറത്തെയോ, അയാളുടെ ജാതിയോ, അല്ലെങ്കിൽ അയാളുടെ മതത്തെയോ, അല്ലെങ്കിൽ അയാളുടെ ഈ പറയുന്ന പോലെ സെക്ഷൽ ഓറിയൻറ്റേഷനെയോ വെച്ച് വിമർശിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അയാൾ ഇഷ്ടമല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയെ വിമർശിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അയാളുടെ ഈ പറയുന്ന പോലെ അയാൾ പറയുന്ന കാര്യങ്ങളെ വിമർശിക്കാം. അല്ലാതെ നിങ്ങൾ വിമർശിക്കേണ്ടത് അയാളുടെ നിറത്തെയോ ഒന്നുമല്ല. അങ്ങനത്തെ ഒരു വിമർശനമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയ്ക്കകത്ത് ബോധമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. തലയ്ക്കകത്ത് ബോധമില്ലാത്തതിൻ്റെ കുഴപ്പമുള്ളൂ സത്യത്തിൽ. മനസ്സിലായ?
പിന്നെ ഈ പറയണ പോലെ ഈ പുള്ളിക്കാരത്തി മാർക്കിട്ട് തോറ്റുപോയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. മനസ്സിലല്ലേ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന്? അപ്പോൾ നിങ്ങൾ അന്നൊക്കെ വിഷമിച്ച് വെറുതെ വേസ്റ്റ് ആയി പോയില്ലേ? ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കറുത്തിട്ടോ വെളുത്തിട്ടോ എന്നുള്ളതല്ല. അയാൾക്ക് അയാളുടെ കഴിവ്, അയാൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ എന്താ പറയുക, നമ്മളെ കൊണ്ടൊന്നും ഈ മോഹിനിയാട്ടം ഒരു കഴിച്ചില്ല. ഈ നമ്മളെ കൊണ്ട് ഈ മോഹിനിയാട്ടവും കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം ഇതൊക്കെ നമ്മളെ കൂടി ചിലപ്പോൾ ചെയ്യാൻ പറ്റൂല. അപ്പം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ള കാര്യമാണ്. അത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പക്ഷെ എന്നാലും പറ്റുന്ന ഇഷ്ടം പോലെ ഒരുപാട് പേരുണ്ട് അല്ലേ? അവർ ചിലപ്പോൾ കറുത്തിട്ടാവാം, വെളുത്തിട്ടാവാം, അതെ ആരും ആവട്ടെ, അവർക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, അത് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് മത്സരത്തിന് പോകാം, വിജയിക്കാം അല്ലേ? മത്സരത്തിന് പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ പറയാൻ എന്തൊരു തോന്നിയവാസമാണ് ഇവർ പറഞ്ഞ. സത്യത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി, ഈ കാലത്ത് ഇമാതിരി ഈ വർണ്ണവിവേചനമല്ലേ ഇവർ ഈ കാണിച്ചത്? സത്യം പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് സ്ത്രീ? എടോ, നിങ്ങൾക്കൊക്കെ തലക്കകത്ത് ബോധമില്ലെങ്കിൽ നിങ്ങൾ തുപ്പാതിരിക്കുക. വിവരമില്ലായ്മ ആവാം, പക്ഷെ അതിങ്ങനെ ഞാൻ പറയണില്ല, കാണിക്കണം അല്ലേ? ഒരുമാതിരി ഓരോ തോന്നിയ മാസമായിട്ട് വന്നോളൂ ഓരോരുത്തരും. ആ പറയണത് ഈ ഇൻ്റർവ്യൂസിലുള്ള ഞാൻ ശരിക്കും, നിങ്ങൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അവിടെ കറുത്ത കളറിലെ ആനകളുണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾ പറയുമോ ആനയെ വൈറ്റ് വാഷ് അടിക്കണം അല്ലെങ്കിൽ പുട്ടി അടിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുമോ? എനിക്കറിയാൻ മേല. നിങ്ങൾക്കൊരു അപകടം വന്നാൽ നിങ്ങളെ ചിലപ്പോൾ ചികിത്സിക്കുന്നത് ഒരു കറുത്ത ഡോക്ടറാണെങ്കിൽ നിങ്ങൾ പറയുമോ അയ്യോ കറുത്ത ഡോക്ടർ വേണ്ട, വെളുത്ത ഡോക്ടർ മതി എന്ന് പറയുമോ? രക്തം തരുന്ന ആൾ ചിലപ്പോൾ ഒരു കറുത്ത നിറത്തിലുള്ള ആളാണെങ്കിൽ അയ്യോ കറുത്ത നിറത്തിലുള്ള ആൾ വേണ്ട, വെളുത്ത നിറത്തിലുള്ള ആൾ മതി എന്ന് പറയുമോ? നിങ്ങോ എന്ത് തലയ്ക്ക് ബോധമില്ലാത്ത ഓരോ ആൾക്കാർ ഓരോ വർത്താനം പറഞ്ഞോളൂ. സത്യം കിട്ടും. ഇതിപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഇമാതിരി തോന്നിയ മാസം കാണിക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ സത്യം നിങ്ങളെ വിമർശിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവരെ വിമർശിച്ച് സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഇതുപോലുള്ള വർണ്ണ വിവേചനം അനുഭവിക്കേണ്ട അവസ്ഥ വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വെച്ചെൻഡ് ചെയ്യുന്നു. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സോ പുതിയ വീഡിയോയിലേക്കും